വിനീതേട്ടാ, എന്താ എന്താ അവിടെ? വിനീതേട്ടാ, വിനീതേട്ടാ. സർ, ഹസ്ബൻഡാണ്. അതുകൊണ്ടെന്താ? ഇവിടെ ഒച്ചയും ബഹളവും പറ്റില്ല. പ്രതികളുടെ അടുത്ത് പെർമിഷൻ ഇല്ലാതെ സംസാരിക്കുന്നത് CI സാർ കണ്ട പ്രശ്നമാണ്. ഒരു 2 മിനിറ്റ്. പെട്ടെന്ന് സംസാരിച്ചിട്ട് പോക്കണം. വെറുതെ എനിക്ക് പണി ഉണ്ടാക്കി വെക്കരുത്. ഞാനിപ്പോ വരാം. കരയാതെ കഞ്ഞേ. ഇല്ല സർ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. സർ, മേ ഐ? യെസ് കം. ഞാൻ പഴയതുപോലെ ഒന്നും അല്ല സർ, ഇപ്പൊ എന്നെ വിശ്വസിക്കാം. അപ്പോൾ ശരി സാർ, ഓക്കെ. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഇതിപ്പോ 4ാമത്തെ കോളാ. വെറും ഒരു തല്ലുകേസിലെ പ്രതിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട്. കാവേരി അല്ലേ? ആ അതെ സർ. അന്ന് മേഡത്തിന്റെ കൂടെ ജയപാലിനെതിരെ പരാതി തരാൻ വന്ന ആ പയ്യനുണ്ടല്ലോ, റിസോർട്ട് ഉടമ രാജേശ്വരിയുടെ മകൻ. അവൻ ആള് കൊള്ളാം കേട്ടോ. അവന്റെ സമ്മർദ്ദത്തിലാ ഈ ശുപാർശയെല്ലാം വരുന്നത്. കസ്റ്റഡിയിലുള്ള പ്രതിയെ തുടരുതെന്ന്. വിടാവുന്ന കേസാണെങ്കിൽ ചോദ്യം ചെയ്തിട്ട് അങ്ങ് വിട്ടേക്കാൻ. ഉള്ള സത്യം പറയാലോ, വേണമെങ്കിൽ ചോദ്യം ചെയ്ത ശേഷം അവനെ അങ്ങ് വിടാവുന്നതേ ഉള്ളൂ. പക്ഷേ തൽക്കാലം അവനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ആൾക്കാരോട് പെരുമാറാനും പോലീസിനെ ബഹുമാനിക്കാനും ഒക്കെ അവനൊന്ന് പഠിക്കട്ടെ. അത് കഴിഞ്ഞ് ആലോചിക്കാം വിടുന്ന കാര്യം. സർ, വിനീതേട്ടൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യായമായ ഒരു കേസിൽ പ്രതിയാക്കപ്പെട്ടതിന്റെ സങ്കടത്തിലായിരിക്കും സർ. വിനീതേട്ടൻ ഒരു പാവമാണ് സർ. വെയിറ്റ്. മേഡം എന്താ പറഞ്ഞത്? അന്യായമായ ഒരു കേസോ? ഞങ്ങൾ പോലീസുകാരെന്താ ഇവിടെ അന്യായം ചെയ്യാനിരിക്കുകയാണോ? ജയബാലൻ വിനീതേട്ടനെതിരെ തന്നത് കള്ളപ്പരാതിയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കള്ളപ്പരാതിയോ? ആ ചെക്കൻ്റെ ദേഹത്തുണ്ടായ ചതവും മുറിവും ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാ. മെഡിക്കലിൽ ഡോക്ടർ നേരിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൂട്ടൽ മാൻ ഹാൻഡ്ലിംഗ്. ആ ചതവും മുറിവും ഒക്കെ ജയപാലിന്റെ മകൻ സ്റ്റെയറിൽ നിന്ന് വീണുണ്ടായതാണെന്ന് പറഞ്ഞ അവനത് അർഹിക്കുന്നതാണെന്ന് കൂട്ടിക്കോ സർ. ആ പറഞ്ഞതിന്ന് മേഡത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ അറിയാൻ തോന്നുന്നുണ്ടല്ലോ. ക്രൂരമർദ്ദനം അറിയിക്കുന്ന രീതിയിൽ വിശാൽ എന്തെങ്കിലും ചെയ്തതായി മേഡത്തിന് അറിയാവുന്നുണ്ടെങ്കിൽ അത് പറ.